ഫസ്റ്റ് ടൈം. ഇവർ രണ്ടുപേരും മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോസിനോട് പറഞ്ഞു. മാത്രമല്ല പറഞ്ഞതൊക്കെ കറക്റ്റുമായിരുന്നു. ധ്രുവ ഈ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല. അവന്റെ മുഖം കാണുന്നതന്നെ എനിക്ക് ദേഷ്യ. എന്നിട്ട് അവൻ എന്റെ ഓഫീസിലേക്കും കൂടെ വരുന്ന ഞാൻ സഹിക്കണം. ആലോചിക്കുന്നെ കണ്ണൻ ചേട്ടൻ, ഐ മീൻ ധ്രുവ ഈ പൊസിഷൻ അത്ര സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര നേരം ഈ സൈഡിൽ നിന്നിട്ട് ഇവളെന്താ ഉൾട്ടയായത്? വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ സിഗ്നൽ ഒന്നൂടെ? ആ ഭദ്രകാളിയുടെ കൂടെ കൂടി എന്നെയും എന്റെ ഭാര്യനും തമ്മിൽ അടുപ്പിച്ചിട്ട് ഇപ്പൊ റൗഡി കൊച്ചെന്താ ഇങ്ങനെ പറയുന്നേ? എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്താ അമൂല്യ? അവൻ ബോസിന്റെ അനിയനൊക്കെ ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചാ അവൻ ഈ പൊസിഷന് സ്യൂട്ടാണെന്ന് തോന്നുന്നില്ല. എന്നാരാ നിന്നോട് പറഞ്ഞേ? അവനെന്താ ക്വാളിഫിക്കേഷൻ ഇല്ലേ? അവൻ ബികോം അല്ലേ? CA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാ. അവന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ട്. അത് മാത്രമല്ല, എന്ത് ജോലി കൊടുത്താലും അവൻ നന്നായി ചെയ്യും. അതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് പ്രശ്നമുണ്ട്. ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കണ്ണൻ ചേട്ടന്, ഐ മീൻ ധ്രുവയ്ക്ക് കുറച്ച് ഷൈ സ്വഭാവമല്ലേ, എല്ലാവരുമായിട്ട് മിങ്കിളാവാൻ പറ്റില്ല. സോ വാട്ട്? ഒരു അക്കൗണ്ടന്റ് ഒരിക്കലും കോൺഫറൻസ് ഹാളിൽ വന്ന് പ്രസന്റേഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. സത്യത്തിൽ ഇപ്പൊ ആ പൊസിഷനിലുള്ള ആള് മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഓഫ് കോഴ്സ് ആ പൊസിഷൻ എന്തായാലും റിലയബിൾ സോഴ്സും ഉണ്ടായിരിക്കണം. ഇനി ഇതൊക്കെ മാറ്റിവെച്ചാലും അവൻ എന്റെ സ്വന്തം അനിയന്. റെസ്പോൺസിബിലിറ്റി അവന്റെ രക്തത്തിലുണ്ട്. എന്നാലും ധ്രുവ ഈ കമ്പനിയിൽ വരേണ്ട കാര്യമില്ല. അവൻ എന്തായാലും ഈ കമ്പനിയിൽ വന്നേ പറ്റുള്ളൂ. നോക്ക്, എന്റെ അഭിപ്രായം ധ്രുവ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധ്രുവയെ അപ്പോയിന്റ് ചെയ്യാം അല്ലേ? ഓഫ് കോഴ്സ് സിദ്ധാർത്ഥ്. വിക്രാന്ത്, വേഗം ധ്രുവയെ അക്കൗണ്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സാലറിയെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി ചേട്ടാ, ഐ വിൽ ഫോളോ അപ്പ്. അതെ, കുടിക്ക്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് പുലാവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമാണല്ലോ, വന്ന ആഹാരം കഴിക്കേ. നീ എന്താ പ്രമി തമാശ പറയാണ്? ഞാൻ എന്താ ഇപ്പൊ മെസ്സിന്ന് വന്നില്ലേ ഉള്ളൂ, അവിടുന്ന് കഴിച്ചിട്ടേ ഇറങ്ങിയുള്ളൂ. കഴിച്ചിട്ട് പിന്നെ ഈ സമയത്ത് എന്താ വന്നത്? പെട്ടെന്ന് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നി, അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അയ്യോ, എന്താ പറ്റിയത്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കുഴപ്പങ്ങളൊന്നുമില്ല.
ഒരു ചെറിയ ക്ഷീണേ ഉള്ളൂ. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാകാം. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ പോയിക്കോളാം. വേണ്ട, ഇനി എഴുന്നേറ്റ് മെസ്സിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. റെസ്റ്റ് എടുത്ത് ഇന്ന് ഇവിടെ തന്നെ കിടന്നു. മെസ്സിലേക്ക് ഞാൻ തന്നെ പൊക്കോളാം. നിനക്ക് അവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രവീ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ തുടങ്ങിയ മെസ്സ് നടത്തിക്കൊണ്ട് പോയേ പറ്റൂ. ഇപ്പൊ വരുമാനത്തിന് അത് മാത്രമല്ലേ ഉള്ളൂ. അത് ശരിയാ. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകും? ഇപ്പൊ അമ്മൂന്റെ കല്യാണം നടക്കും. ആ സമയത്ത് നമ്മൾ മെസ്സ് അടച്ചിടേണ്ടി വരില്ലേ? ആ സമയത്ത് കസ്റ്റമേഴ്സ് വരുന്നത് കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? നീ ഇത്ര അധികം ആലോചിച്ച് ടെൻഷനാകണ്ട. അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകരം മറ്റാരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരില്ലേ? ആ സമയമാകുമ്പോൾ നമുക്കതൊക്കെ ആലോചിക്കാം. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലല്ലോ. എത്ര നാൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അത്ര നാൾ ഇതുപോലെയൊക്കെ ജീവിക്കാം. ഭാഗ്യത്തിന് നമ്മുടെ കട തേടി വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഉള്ളത് കൊണ്ട് എത്ര ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് നാൾ കട അടച്ചിടാനൊന്നും പറ്റില്ലല്ലോ. ബാക്കിയെല്ലാം ഈശ്വര നിശ്ചയം പോലെ. ഇല്ല, ഈ മെസ്സിൽ നിന്ന് വരുന്ന വരുമാനം പ്രതീക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റും. ഈ അമ്മൂനെ പറ്റി നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? അയ്യോ, കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് പേടിച്ചു പോയി. അത് സത്യം കളിയാ. കുറച്ചു നേരത്തേക്ക് ഞാനും വിചാരിച്ചു ഇവളെന്താ ഉൾട്ട അടിച്ചെന്ന്. ഇതാ വിക്കി ചേട്ടാ പറയുന്നത്, പെൺകുട്ടികള് സ്ട്രോങ് ആണെന്ന്. സിറ്റിയിൽ വന്നാ മെട്രോയിൽ കയറാതെ പോവാൻ പറ്റുമോ? എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് വേദാന്ത കണ്ണൻ ചേട്ടനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നാ തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ല സന്തോഷമായല്ലോ, അത് മതി. എന്റെ ബോസ് ഒരു ബ്രില്യന്റ് മാനാ. പക്ഷേ അമ്മൂമ്മയുടെ ബോസിനേക്കാളും ബ്രില്യന്റാ. എന്തായാലും ബോസിനെ മണ്ടനാക്കി അമ്മൂമ്മയുടെ വിചാരിച്ച കാര്യം നടത്തിയെടുത്തല്ലോ. അവിടെ കൊച്ചേ, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഒരു തമാശ കളി നടത്തിയതാണെങ്കിലും ഒരു വലിയ ഉപകാരം ചെയ്തിരിക്കുന്നത്. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. സോറി, ബട്ട് താങ്ക് യു സോ മച്ച്. നമ്മള് ഫാമിലി അല്ലേ വിക്കി ചേട്ടാ? ഫാമിലി എന്ന് വെച്ചാ എല്ലാവരും ഒരുമിച്ച് വേണം. അതിനിടയിൽ ആരും പുറത്തു പോകാൻ പാടില്ല. ലവ് യു അമൂല്യ, നീ ഗ്രേറ്റ് ആടി. നീ പറഞ്ഞ ശരിയാ അമൂല്യ. ഫാമിലി എന്ന് വെച്ചാൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. എന്നാലേ ശത്രുക്കൾ ഭയപ്പെടും. നമ്മളിന്ന് തൊടാൻ തന്നെ അവർ പേടിക്കും. വിക്കി ചേട്ടാ, എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇതൊക്കെ ഇത്ര ഈസി ആയിട്ട് നടക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഹാറ്റ്സ് ഓഫ്. ആ, എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ ആദ്യം വിളിച്ചൊന്ന് അറിയിക്കട്ടെ. ആ മോളെ, ആരതി കൂടെ തന്നെ ഉണ്ടല്ലോ. ആ ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. ഇപ്പൊ ഞാൻ വിളിച്ച കാര്യം മുഴുവൻ പറയുന്നവരെ മിണ്ടരുത്. കേട്ടിട്ട് പറ, ഇത് ഹാപ്പി ന്യൂസ് ആണോ അല്ലേ ഒന്ന്. ആ, അതെന്താന്ന് വെച്ചാലേ, ധ്രുവയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണിതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? എന്റെ ഫാമിലിയിലെ എല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നാ ഇവരുടെ വിചാരം. നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. ധ്രുവയെ കമ്പനിയിലേക്ക് വരുന്നതിനേക്കാൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ എനിക്കുള്ളൂ. ആരും ഒന്നും ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഓരോ തവണയും ഒറ്റയ്ക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് വരെ നമ്മുടെ ശത്രുക്കൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മുന്നും പിന്നും നോക്കി സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ഒരു യുദ്ധം നടത്തുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അതെ, പ്രശ്നങ്ങൾ ഞാൻ കരുതിയതുപോലെ അത്ര സിമ്പിളൊന്നുമല്ല. ഇനി അങ്ങോട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കിയിട്ട് വേണം നീങ്ങാൻ. അതെന്താന്ന് വെച്ചാ എന്റെ കൂടെയുള്ളവർ എന്റെ പ്ലാനുകളൊക്കെ മനസ്സിലാക്കി എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. എന്റെ ഈ സാമ്രാജ്യത്തിൽ ഞാനുണ്ടാക്കിയ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതി
എന്റെ യുദ്ധതന്ത്രങ്ങൾ തന്നെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ. കണ്ണഞ്ചേട്ടാ, 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 ഇത് എവിടെയാ? ഒന്നിങ്ങോട്ട് വന്നേ. കണ്ണഞ്ചേട്ടാ, കണ്ണഞ്ചേട്ടാ. അയ്യോ, ഈ വീട്ടിലെല്ലാവർക്കും നന്നായി ചെവി കേൾക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മു നീ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നത്? അമ്മേ, കണ്ണഞ്ചേട്ടൻ എവിടെയാണെന്നൊന്ന് പറ അമ്മേ. നിനക്ക് എന്താ ചെവി കേൾക്കില്ലേ കുട്ടി? കാര്യം എന്താണെന്ന് ആദ്യം എന്നോട് പറയേ. അതൊക്കെ ഞാൻ പിന്നെ പറയാമേ. നിക്ക് നിക്ക്. അല്ല, ഈ പെണ്ണിന് ഇത് എന്താ പറ്റിയേ? അമ്മേ, ഇവിടെ സ്വീറ്റ്സ് ഒന്നും ഇരിപ്പില്ലേ? അമ്മു, കാര്യം എന്താന്ന് നീ ആദ്യം പറയേ. അത് കഴിഞ്ഞ് നീ ഈ ഡ്രാമ കളിക്ക്. അടുക്കളയിലെ സാധനങ്ങളൊന്നും മാറ്റി വെക്കലേ. അമ്മേ, ആ, അമ്മൂല്യ വിളിക്കുന്നത് കേട്ടു. എന്നിട്ട് എവിടെ പോയി? കണ്ണഞ്ചേട്ടാ, കണ്ണഞ്ചേട്ടാ, ആദ്യം വായും തുറന്നേ. ഏയ്, ഇതെന്തിനു വേണ്ടിയാ? നല്ല സന്തോഷത്തിലാണല്ലോ. വേദാന്തേട്ടൻ എന്തെങ്കിലും സർപ്രൈസ് തന്നോ? ഇതിന് സർപ്രൈസ് എന്ന് പറഞ്ഞാലേ അത് ഒരുപാട് കുറഞ്ഞു പോകും. ഇത് ശരിക്കും ഒരു ഷോക്കാ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ശരിക്കും. നീ വന്നപ്പോ തൊട്ട് മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നേ. കാര്യം എന്താണെന്ന് പറയേ, ഇല്ലെങ്കിൽ നീ എന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുവേ. അയ്യോ പ്രേമി, ഒന്ന് സമാധാനിക്ക്. ഇത്രയും സന്തോഷം തരുന്ന ഒരു കാര്യം അത്ര ഈസി ആയിട്ട് പറയുന്നത് ശരിയാണോ? കണ്ണൻചേട്ടാ, ഇത് കണ്ണൻചേട്ടനുള്ള ഒരു സർപ്രൈസാ. വേദാന്ത് കണ്ണൻചേട്ടന് ഓഫീസിൽ അപ്പോയിന്റ് ചെയ്യാൻ സമ്മതിച്ചു. എന്താ അമ്മു നീ പറയുന്നത്? സത്യമാണോ അമൂല്യ? 200% സത്യമാ കണ്ണൻചേട്ടാ. വേദാന്തിനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ സമയമെടുത്തു. പക്ഷെ ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് ആ മഹാൻ അതിന് സമ്മതിച്ചു. ചേട്ടൻ നാളെ തന്നെ ജോയിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നോട് നേരത്തെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കയറി വന്നിട്ട് നാളെ ഓഫീസിൽ ജോയിൻ ചെയ്തോളം പറഞ്ഞാ ഞാനത് വിശ്വസിക്കില്ല. നീ ഇതെന്നെ ഫൂളാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ഫൂളാക്കാൻ വേണ്ടി ഗെയിം കളിച്ചു എന്നുള്ള കാര്യം സത്യം. പക്ഷെ അത് കണ്ണൻചേട്ടനെ അല്ല, വേദാന്തിനെ. ഞാൻ പറഞ്ഞതല്ല സത്യം കണ്ണൻചേട്ടാ. വേദാന്ത് തന്നെ ഓർഡർ സൈൻ ചെയ്തത്. കണ്ണൻചേട്ടാ, ചേട്ടന് സന്തോഷായില്ലേ? ഇത് ശരിക്കും ഒരു വലിയ കാര്യമല്ലേ? ഇതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല അമൂല്യ. എനിക്കത് അറിയായിരുന്നു കണ്ണൻചേട്ടാ. കണ്ണൻചേട്ടാ ശരിക്കും ത്രില്ലാവുമെന്ന്. നാളെ രാവിലെ തന്നെ ജോയിൻ ചെയ്യണം. ഞാൻ ഈ കാര്യം ഇവിടെ എല്ലാരോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. പൊട്ടി പെണ്ണ് തന്നെ. മോനെ കണ്ണ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ നീ സന്തോഷിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. വേദാന്ത് നിന്നോട് ശരിക്കും ക്ഷമിക്കുമെന്ന്. അതുപോലെ തന്നെ നടന്നില്ലേ? അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കട്ടെ. നീ പറഞ്ഞത് സത്യമാണോ ചേട്ടാ? വേദാന്തേട്ടൻ സമ്മതിച്ചോ? ഓൾമോസ്റ്റ്. നമ്മുടെ റൗഡി കൊച്ചിന്റെ ഐഡിയ ഇതല്ല. അവൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വർക്കൗട്ട് ആവുകയും ചെയ്തു. മോനെ വിക്കി, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്താ അച്ഛാ? ഇന്ന് നമ്മുടെ കമ്പനിയുടെ സൈറ്റില് പുതിയ എംപ്ലോയീസിന്റെ ഫോൾഡറിൽ ധ്രുവ എന്ന എംപ്ലോയിയെ കമ്പനി റൂൾസ് പ്രകാരം എടുത്തുന്നൊരു മെയിൽ വന്നു. ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ടൊന്ന് ചെക്ക് ചെയ്തു. അത് നമ്മുടെ ധ്രുവയുടെ പ്രൊഫൈൽ തന്നെയായിരുന്നു. അതെ അച്ഛാ, അച്ഛൻ കണ്ടത് സത്യം തന്നെയാ. ധ്രുവയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ബോർഡ് മെമ്പറായ അച്ഛൻ ആ പ്രൊഫൈൽ എന്തായാലും അപ്രൂവ് ചെയ്യണമല്ലോ. വാവ്, ഞാൻ എന്തായാലും ആദ്യം ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എന്റെ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സന്തോഷായി. എന്നാലും ഇതൊക്കെ എങ്ങനെ നടത്തിയെടുത്തേ? ഈ മാജിക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം അച്ഛന്റെ വരാൻ പോകുന്ന മരുമകളുടെ കഴിവാ. എല്ലാം ഇത് അവളുടെ മാജിക്കാ. സത്യമാണോ? അത് മാത്രമല്ല അച്ഛാ, എന്റെ ഭാര്യയുടെ കൂടെ ഈ ഭദ്രകാളിയുടെ ഇൻവോൾവ്മെന്റും ഒരുപാടുണ്ടായിരുന്നു.
സത്യത്തിൽ ഇവര് മുന്നോട്ട് വെച്ച നിബന്ധനകളൊക്കെ കണ്ടിട്ട് വീരന്മാരായിട്ടുള്ള സിദ്ധാർത്ഥും വിക്രാന്തും ചില സാഹസികതകളിലെ വീരന്മാരെ പോലെ പോരാടേണ്ട അവസ്ഥയും വന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലാൻ? അതിനെക്കുറിച്ചൊന്നും ഇനി പറയാനേ ഇല്ല. സൂപ്പർ ആയിട്ടുണ്ട്, അൾട്ടിമേറ്റ് ആയി. എന്നാലും ഇത് നിങ്ങളുടെ പ്ലാൻ തന്നെയാണെന്ന് വേദാന്തിന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ധ്രുവൻ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിലും ഓഫീസിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, എനിക്കത് മതി. യെസ് അച്ഛാ, ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ ഹാപ്പി ആയിട്ടുണ്ട്. എന്റെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യ. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യമാ. ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. യെസ് യെസ്, യു ആർ റൈറ്റ്. ആദ്യ 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 ഏയ്, നിനക്ക് എന്താ ചേട്ടാ? ഞാൻ നിന്റെ മുന്നിൽ നിൽക്കല്ലേ, വെറുതെ എന്തിനെ കിടന്ന് അലറുന്നേ? നാളെ ധ്രുവ വരാൻ പോവാ. ധ്രുവ നമ്മുടെ ഓഫീസിലേക്ക് വരാൻ പോവാ. ആ എക്സൈറ്റ്മെന്റ് എങ്ങനെ മറക്കാൻ പറ്റാ? ആ ഫ്ലോയിൽ ഞാൻ വിളിച്ചു പോയതാന്നേ. എന്റെ അമ്മേ, ഈ ആദ്യ ആരതിയും കൂടെ ചേർന്ന് എന്തൊക്കെയാ എന്നെ കഴിപ്പിച്ചത്. വേണ്ടാന്ന് പറഞ്ഞ ഫോഴ്സ് ചെയ്ത് വായിൽ കുത്തിക്കയറ്റല്ലേ രണ്ടും. ഓ, ഇന്ന് സാധാരണക്കാളും കൂടുതലായിട്ടാ കഴിച്ചേ. അല്ല, കഴുത എന്താ ഇത്ര നേരമായിട്ടും വിളിക്കാത്തത്? ഈ സമയത്ത് അവള് വിളിക്കേണ്ടതാണല്ലോ. വാവ്, ടെലിപതി വർക്സ്. ഹലോ, ഹായ് കഴുതക്കുട്ടി. നീ ഇപ്പൊ നല്ല മൂഡിലാണോ? നിന്നോട് സംസാരിക്കുമ്പോ എന്റെ മൂഡ് എപ്പോഴും ഹാപ്പി ആയിട്ടല്ലേ. ചില സമയത്ത് എന്റെ മൂഡ് ശരിയല്ലെങ്കിലും നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ ആ മൂഡൊക്കെ ശരിയായിക്കോളും. എന്ന് വെച്ചാ നിന്റെ മൂഡ് ഇപ്പൊ ശരിയല്ലെന്നാണോ? നോ, ഞാനൊരു പൊതു സത്യം പറഞ്ഞത്. ആണോ? ശരി. ഫുഡൊക്കെ കഴിച്ചോ? ഇന്ന് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ? ഒരു സദ്യക്കുള്ളത് തന്നെ ഉണ്ടായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ ആദ്യയും ആരതിയും കൂടെ എന്നെ ഫോഴ്സ് ചെയ്തിട്ടാ കഴിപ്പിച്ചത്. ഇൻഫാക്ട് ഇന്ന് നല്ല ഓവർ ആയിട്ടുണ്ട് ഫുഡ്. എന്റെ വയറ് പൊട്ടുന്ന പോലെ. അയ്യോ, അങ്ങനെ ഓവർ ആയിട്ടൊന്നും കഴിക്കല്ലേ, സൂക്ഷിക്കണം. അതെന്താ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? എന്താന്നോ, കല്യാണം നടക്കാൻ പോവല്ലേ. നമ്മള് റിസപ്ഷനിൽ നിൽക്കുന്ന സമയത്തെ അമ്മൂനെക്കാളും വണ്ണമുണ്ട് ചെറുക്കനെന്ന് ആരും പറയരുത്. അല്ലെങ്കിൽ തന്നെ ഞാൻ കോളേജിൽ വെച്ച ആൺകുട്ടികളെ ഒരുപാട് പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ആരാണെന്ന് നോക്കി നിൽക്കുമായിരിക്കും. നീ ഇനി വണ്ണം വെച്ച അവരൊക്കെ നോക്കി ചിരിക്കില്ലേ? നീ പറഞ്ഞ കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? കുറച്ച് വെയിറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ തടി വെച്ചാലേ ഷേപ്പ്ലെസ് ആയി പോകുന്നുള്ള കാര്യം മറക്കണ്ട. ഈ നാട്ടിലെല്ലാം അറിയപ്പെടുന്ന ഒരു വലിയ ജോഡിയാ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നാട്ടുകാരുടെ കണ്ണ് തള്ളണം. അതല്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നീ തടി വെച്ചിരുന്നാ ശരിയാവില്ല. അത് പൊട്ടത്തരം പറയുന്നതിൽ നീയാണ് ബ്രാൻഡ് അംബാസിഡർ. ഒന്നിനൊന്ന് മികച്ച മണ്ടത്തരങ്ങൾ. അല്ലെങ്കിൽ നിന്നോട് എന്ത് സത്യം പറഞ്ഞാലും നിനക്ക് അംഗീകരിക്കാനേ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ സ്വഭാവം ഇപ്പൊ? എടി, സ്റ്റോപ്പ് ഇറ്റ്. അത് വിട്. നാളെ നമുക്ക് രണ്ടാക്കും കൂടെ പുറത്തു പോയാലോ? റോബോട്ട് ഡേറ്റിങ്ങിന് വിളിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നേ? ഞാൻ എപ്പോഴേ റെഡിയാ. നീ ആയിട്ട് ചോദിച്ച സ്ഥിതിക്ക് മുന്നും പിന്നും നോക്കാതെ എവിടേക്കാണെങ്കിലും റെഡി. ഓക്കെ, നീ ഒന്ന് സമാധാനപ്പെട്. പുറത്തു പോണെന്ന് പറഞ്ഞതേ ഡേറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഓഫീസിന്റെ കാര്യത്തിന്. ക്ലയന്റ് മീറ്റിംഗ്. അയ്യോ, റോബോട്ടിന് എപ്പോഴെങ്കിലും മനുഷ്യനാവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നീ കല്യാണം കഴിയുമ്പോഴും ഇങ്ങനെ ജോലി എന്ന് മാത്രം പറഞ്ഞു നടന്നല്ലേ കാണിച്ചു തരാം ഞാൻ. എന്താ, നീ എന്നോട് വഴക്കിടുവോ? എടി കഴുതേ, നമ്മൾ രണ്ടാളും പ്രണയത്തിലായത് നമ്മുടെ ഓഫീസിൽ വെച്ചാന്നുള്ള കാര്യം നീ മറന്നു പോരുത്. എനിക്ക് എന്റെ ജോലിയോട് എത്ര റെസ്പെക്ട് ഉണ്ടോ അതുപോലെ തന്നെ ഇമോഷൻസും ഫീലിംഗ്സും ഉണ്ട്. നീ കഴിഞ്ഞ ഈ ലോകത്ത് ഇതുപോലെ വേറൊരു പീസ് ഇല്ലാതെ തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ നീ. എന്തായാലും വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം ഉറപ്പാ. എന്നെ പറ്റി കുറ്റം പറയാവൂല്ലേ? എന്നെ പോലെ വേറെ ആരും ഇല്ലെന്നല്ലേ? നിനക്ക് മൈൻഡ് വോയിസ് ഒക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയും ദൂരം നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ലായിരുന്നു. എടി കഴുതേ, നിന്നെ പ്രേമിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാ ഞാൻ പ്രപ്പോസ് ചെയ്തേ. ആദ്യമൊക്കെ നിന്നെ ഓഫീസിൽ വെച്ച് കാണുമ്പോഴേ എനിക്കെന്തോ വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു, നിന്നോട് ദേഷ്യമായിരുന്നു. എന്നിട്ട് ആ വിക്രാന്തും ആദ്യം കൂടെ നമുക്കിടയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് പരുത്തേം ചെയ്തില്ലേ? അതിനുശേഷം എനിക്ക് മനസ്സിലായി നമുക്കിടയിലെ വഴക്കും ബഹളവും ഒക്കെ പ്രേമത്തിന്റെ ലക്ഷണമാണെന്ന്. എടി കഴുത, യു നോ വാട്ട്, നിന്നെ ആദ്യം കണ്ടപ്പോ തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല.
മനസ്സിലായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. കുറച്ചല്ല, കുറച്ച് അധിക സമയം എടുത്തു. ആയിക്കോട്ടെ, കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഐ ലവ് യു അമൂല്യ. നിന്റെ പ്രണയം മൊത്തം ഫോണിൽ പറഞ്ഞു തീർക്കല്ലേ. അല്ല, എന്തോ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കേ, ഞാനും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇതാണ് എന്റെ കഴുതക്കുട്ടി. ഐ ലവ് യു അമൂല്യ. ഐ ലവ് യു ടു. നീ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചേനെ. ഞാനും അതെ, നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നെ. ബൈ ബൈ. നാളെ നീ എന്തിനാ എന്നെ ക്ലയന്റ് മീറ്റിങ്ങിന് കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നാളെ കണ്ണൻചേട്ടൻ ഓഫീസിലേക്ക് വരുമല്ലേ. കണ്ണൻചേട്ടനെ നിനക്ക് അത്ര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, പോട്ടെ. നിനക്ക് എന്താണോ ഇഷ്ടം അത് നടക്കട്ടെ.